അച്ഛൻ വന്നു, വൈകുന്നേരമായി, നമ്മളെ കലാപരിപാടി ആരംഭിച്ചു. വൈകുന്നേരമായാൽ പിന്നെ അച്ഛനുണ്ടെങ്കിൽ ട്രെയിൻ കാണാൻ പോക്ക് അച്ഛന് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം അതുപോലെ ഇന്നും സ്റ്റേഷനിലെത്തി. ആശ്ചര്യമാണ്. തിന്നു പോയി കേട്ടോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? താഴെ ഇറങ്ങിയ അടിയാ, അതാണ് ആച്ചു പറഞ്ഞത്. രണ്ടിനും ഭയങ്കര കുരുത്തക്കേട് കുറവായതുകൊണ്ട് പറഞ്ഞതുപോലെ കേൾക്കും. പോക്കറ്റിൽ സാധനം ഇട്ടുണ്ട്, അത് വീഴാണ്ടിരിക്കാൻ പിടിക്കുന്ന നോക്ക്. പോക്കറ്റിൽ സാധനം ഉണ്ട്. വരുന്നാ മോനെ. ട്രെയിൻ വരുന്നുണ്ടോ? ട്രെയിൻ എങ്ങനെ വരുവാ? വന്നപാടെ ട്രെയിൻ കണ്ട സ്ഥിതിക്ക് വേഗം നടത്താരംഭിച്ച് നമ്മളെ പരിപാടി അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി നമ്മൾ നടത്താരംഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചുമട്ടകളും കുരുത്തക്കേടിൻ്റെ ഉസ്താദുമാരാണ്. ഇവർ രണ്ടും ഒപ്പരായതുകൊണ്ട് ഇന്നത്തെ പരിപാടി എങ്ങനെയാവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവർ രണ്ടും എപ്പോഴാ മനസ്സിൽ എന്നാ വിചാരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതേ ഒരുത്തൻ ഇപ്പം തന്നെ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിള്ളേർ വീട്ടിൻ്റെ ഉള്ളിൽ ഫോണും ടി വിയും കണ്ട് വെറുതെ ചടഞ്ഞു കൂടിയിരിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് സ്ഥലമെല്ലാം കണ്ട് നല്ല വൈബ് അടിച്ച് നടക്കുന്നത് തന്നെയാണ്. അതിനാച്ചു സംഭവിച്ചേ. എൻ്റെ അച്ഛന് നടന്നിട്ടില്ല കാഴ്ച കാണൽ അത്ര ഇൻട്രസ്റ്റുള്ള പരിപാടിയല്ല. എപ്പോഴും എടുത്തേന്ന് പറയാൻ മാത്രമേ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. എന്തായാലും എടുക്കൽ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ആക്കണ്ടടാ, ഫുൾ ടൈം എടുക്കാടാ. പോയി ഒരാൾ എന്നെ എടുത്ത പരിപാടിയിലും ഒരാൾ കുരുത്തക്കേട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലുമാണ്. കുറച്ച് മുന്നോട്ടേക്ക് ചലിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരാൾ. 2 വിളി ഞാൻ വിളിച്ചു, അന്നേരം വരാനുള്ള ഉദ്ദേശമില്ല. 3ാമത്തെ വിളി വിളിച്ചപ്പോൾ ഒന്നിങ്ങോട്ട് വന്നു. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് തന്നെയാണ് നടക്കുവാന്ന് ഉറപ്പായപ്പം എന്നാൽ പിന്നെ ഞാനും മുന്നോട്ടേക്ക് നടന്നേക്കാന്നായി.
ഇപ്പോഴത്തെ കാക്കക്കെല്ലാം ഭയങ്കര ധൈര്യമാണ്. അവർ പഠിച്ച പണി 18 പയറ്റിയിട്ട് മാത്രമേ സ്ഥലം വിടുള്ളൂ. പൊതുവേ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ മര്യാദക്ക് വന്ന് നിൽക്കൂല. ഇന്നെന്തോ മര്യാദക്ക് വന്ന് നിന്നു. എന്നിട്ട് നിന്നെടുക്കുന്നത് രണ്ടും ഷോൾഡറിലെ പിടിയും കോളറെ പിടിയും കുത്തിപ്പിടിയും പരിപാടിയായിരുന്നു. പക്ഷെ നല്ല ഫോട്ടോ എന്തായാലും 2-3 എണ്ണം കിട്ടി. ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇതിൽ നേരെ പോയാൽ എങ്ങോട്ടേക്കാണ് എത്തുകയെന്നുള്ള ഒറ്റ ചോദ്യം നമ്മൾ എത്തിച്ചത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. പൊതുവെ നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ നമ്മളാരും എവിടെയും യാത്രയും ചെയ്തിട്ടുണ്ടാവില്ല. വണ്ടി തട്ടിയതിൻ്റെ പേരിലുള്ള ചെറിയ കശവിശ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് യാത്ര. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് കുറേ സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് നമ്മളാണ് എവിടെയോ കിടക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നത്.